മാനസിക വെല്ലുവിളിയുള്ള മകനു വേണ്ടി ഭാസ്കര കാർണവർ കണ്ടെത്തിയ വധുവായിരുന്നു ഷെറിൻ. 2001 വിവാഹിതരായിരുന്ന ഇവർ ന്യൂയോർക്കിലേക്ക് പോയി. ഷെറിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഭാസ്കര കാർണവർക്ക് ആദ്യം മുതലേ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം ഇവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നാട്ടിലെത്തിയ ഷെറിൻ പലരുമായി അടുപ്പത്തിലായി. തുടർന്നാണ് കാർണവർ ഷെറിന്റെ പേരിലുള്ള വിൽപത്രം റദ്ദാക്കിയതും. കാർണവറെ കൊലപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കാനായി പിന്നീടുള്ള ആലോചന. അതിനായി ഷെറിൻ തന്റെ ആൺ സുഹൃത്തുമായി വന്ന് കൊല ചെയ്യുകയായിരുന്നു. പണമിരട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ബാസിദ് അലിയും ഷെറിനും അടുപ്പത്തിലാവുന്നത്. അത് പിന്നീട് ഒരുമിച്ച് ജീവിക്കാം എന്ന നിലയിൽ വരെ എത്തി. ഷെറിൻ, ബാസിദ് അലി, ഉണ്ണി എന്നീ 3 പേർ ചേർന്നാണ് കൃത്യം നടത്തുന്നത്. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം. പിന്നീട് മുളകുപൊടി വിതറിയ ശേഷം കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്ത് കടന്നു കളഞ്ഞു. ഒടുവിൽ ഷെറിനും മറ്റ് 2 പേരും അഴിക്കുള്ളിലാവുകയും ചെയ്തു. 2010 ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതി ഷെറിന് 3 ജീവപര്യന്തം വിധി. എന്നാൽ ജയിലിൽ ഷെറിന് VIP പരിഗണനയായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം, ആവശ്യത്തിലധികം പരോൾ, അങ്ങനെ ഒരു കൊച്ചു തമ്പ്രാട്ടിയായി നിയമം ആ പ്രതിയെ വാഴ്ത്തി.